പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ എത്തിയ നാഗസന്യാസിമാരെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം പുരോഗമിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ആവലാതിപ്പെടുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ പുരോഗമന പ്രൊഫൈലുകൾ ആണെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അന്യന്റെ കിടപ്പറയിലും കുളിമുറിയിലും ഒക്കെ തന്നെ ഒളിക്യാമറ വയ്ക്കാൻ വെമ്പൽ കൊള്ളുന്ന ദൃശ്യം പകർത്തി ആ നഗ്നത ആസ്വദിക്കുന്ന പ്രബുദ്ധരാണ് മഹാകുംഭമേളയിൽ എത്തിയ നാഗസന്യാസിമാരുടെ നഗ്നതയെ ചോദ്യം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതി അവരുടെ നിരീക്ഷണത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്, അടിവരയിട്ട് പറയുകയാണ്. അവർ പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. പ്രബുദ്ധ കേരളത്തിലെ ചില പുരോഗമന പ്രൊഫൈലുകളിൽ കുംഭമേളയിലെ ചില കാഴ്ചകൾ കിടന്ന് പുകയുകയാണത്രേ. നാഗസന്യാസിമാരുടെ നഗ്നതയിൽ ഉടക്കിയ കണ്ണുകൾ പുറത്തെടുക്കാൻ കഴിയാത്തവണ്ണം ലജ്ജ വന്ന് പൊതിയുകയാണത്രേ. സാരമില്ല, ഇനി കുറച്ചു നാളത്തേക്ക് ഉത്തരേന്ത്യയിലേക്ക് കണ്ണുകൾ പായിക്കാതെ കൊട്ടിയടച്ചോളൂ. എന്നിട്ട് ഇവിടുത്തെ ഇത്തിരി ഭൂമിയിൽ കണ്ണുകൾ മലർക്കെ തുറന്നിട്ട് ചില കാഴ്ചകൾ കണ്ടോളൂ. സ്വന്തം നഗ്ന ശരീരം ക്യാൻവാസാക്കി മകളോട് ചിത്രരചന പരിശീലിക്കാൻ പറഞ്ഞതിൽ അപരാധമായ ബോഡി ആർട്ട് ആവുന്നിടത്താണ് കുംഭമേളയിൽ മാത്രം കാണുന്ന നാഗസന്യാസിമാരുടെ ഭസ്മം പൂശിയ ശരീരം നാണക്കേടാവുന്നത്. കാലാകാലങ്ങളിൽ നവാഗതർക്ക് സ്വാഗതമെന്ന് തുണിയുടുക്കാതെ ആണും പെണ്ണും രമിക്കുന്ന ഫ്ലെക്സ് അടിച്ചിറക്കി കവാടത്തിൽ വെക്കുന്നത് പുരോഗമന ശരീരശാസ്ത്രമാണ് എന്ന് തിട്ടൂരമിറക്കിയ നാട്ടിലാണ് ശരീരബോധത്തെ ജയിച്ച സന്യാസ സമൂഹത്തെ കണ്ട് ലജ്ജ തോന്നുന്നത്. കൂടെയുള്ള സഹാദികൾക്ക് വില കൂടിയ അടിവസ്ത്രങ്ങൾ വാങ്ങി നൽകി പിന്നീട് അവരെ അതിടുവിച്ച് മോഡലാക്കി നിർത്തി. ശേഷം അതിന്റെ വീഡിയോ എടുത്തു വെച്ച് ഗ്രൂമിംഗ് സോണ സഹാവിന്റെയും ആ വീഡിയോ പാർട്ടി ഓഫീസിൽ ഇട്ട് കണ്ട് ബോധിച്ച് കിന്നാരത്തുമ്പികളുടെ വികാരഭൂതിയിൽ നിന്നുമാണ് നാഗസന്യാസിമാരുടെ നഗ്നതയ്ക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്നത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ക്ലിപ്പുകൾ കൊണ്ട് സമ്പുഷ്ടമായ ഫോണുള്ള നേതാക്കൾ വിഹരിക്കുന്ന സുന്ദര കേരളവിൽ കുംഭമേളയിലെ നഗ്നതയ്ക്ക് മാത്രമാണത്രേ വിലക്ക്. റോമി മാർട്ടിന്റെ ലഹരിയിൽ രാത്രി സെൽഫി ചിത്രങ്ങൾ അയച്ചു നിദ്രയെ തഴുകുന്ന നേതാക്കൾക്കും മൂന്നാറിൽ പോകാൻ ഇഷ്ടമുള്ള കൈപ്പൂരി ശാസ്ത്രജ്ഞന്മാർക്കുമൊക്കെ അവഹേളനം സിന്ദാബാദ് വിളിക്കുന്ന പുരോഗമന ബുദ്ധിജീവികൾക്ക് നാഗസന്യാസികളുടെ നഗ്നത കണ്ണിന് പിടിക്കുന്നില്ല പോലും. കുളിമുറയ്ക്ക് ചുറ്റും മാണ്ടി നടന്ന് ഒളിക്യാമറ വെച്ച് സീൻ പിടിക്കുന്ന ലോക്കൽ സെക്രട്ടറിമാർ ഉള്ള നാട്ടിൽ നിന്നാണ് കുംഭമേളയിലെ പവിത്രമായ സ്നാനഘട്ടുകളിൽ മുങ്ങി നിവരുന്ന സന്യാസി സമൂഹത്തിന്റെ നഗ്നത വൻ നാണക്കേടുണ്ടാക്കുന്നത് പോലും. ആത്മീയതയുടെ ഉന്നത തലങ്ങളിൽ സഞ്ചരിച്ച് പരിപൂർണ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഒരേ ഒരു താളക്രമത്തിൽ സ്നാനം ചെയ്യുകയും ഭാരത സംസ്കാരത്തെ മുൻനിർത്തി ലോക രാജ്യങ്ങളോട് ഇവിടുത്തെ മഹിമ വിളിച്ചോതുകയും ചെയ്യുന്ന കുംഭമേള എന്ന മഹാ ആഘോഷത്തിലെ നഗ്നത മാത്രമേ ഇവിടുത്തെ മഞ്ഞക്കണ്ണുകൾ കാണുന്നുള്ളൂ. എന്നാൽ ലോകം ഒന്നടങ്കം വിളിച്ചു പറയുന്നുണ്ട് ഇതേപോലെയെന്ന് ഈ ഭാരതത്തിൽ മാത്രമുള്ള മഹത്തായ സംസ്കൃതിയുടെ അടയാളമാണ് എന്ന്. ഭഗവാൻ, ജനങ്ങൾ, രാഷ്ട്രീയം എന്നീ മൂന്ന് നാഗധർമ്മങ്ങളുടെ പരിപാലനം ചെയ്യലാണ് ഒരു നാഗസന്യാസിയുടെ ജീവിത വൃദ്ധമെന്ന് മനസ്സിലാക്കാത്ത മൂഢരോട് എന്തു പറയാൻ. സ്വന്തം വൃദ്ധയായി സങ്കല്പിച്ച് സ്വന്തം കുടുംബക്കാർക്കും സമൂഹത്തിന് മുന്നിൽ പിണ്ടം വെച്ച് ശ്രാന്തം മുട്ടി സ്വന്തം അവരിൽ നിന്നും വ്യതിചലിച്ച് ഒരു നാഗസന്യാസിയായി പുനർജനിക്കുന്ന ജീവിതത്തിൽ ദിക്കിനെ വസ്ത്രം ആക്കുന്നവരാണ് എന്ന് ഉൾക്കൊള്ളാനുള്ള ആത്മജ്ഞാനമുണ്ടോ ഈ പുരോഗമികൾക്ക്? എങ്ങനെ ഉണ്ടാവാൻ? ഗുൽമോഗർ ചോട്ടിലെ ആ 7 ദിനങ്ങൾ കടം കിട്ടുമോ ചേച്ചി പെണ്ണുങ്ങളെ എന്ന് പുലമ്പി സകലമാന കുളിമുറി ജലാലകളിൽ സീൻ പിടിക്കാൻ മാണ്ടുന്നവർക്ക് എന്ത് കുംഭമേള, എന്ത് സന്യാസം? നാനത്വത്തിൽ ഏകത്വം എന്ന താത്വിക അക്ഷരം പ്രതി യാഥാർത്ഥ്യമാക്കുന്ന സന്യാസി സമൂഹത്തെ കാണണമെങ്കിൽ കുംഭമേളയിലേക്ക് നോക്കിയാൽ മതി. വിവിധ ദർശന പാതകൾ, ശൈലികൾ, രീതികൾ ഉൾക്കൊള്ളുന്ന സന്യാസി സമൂഹം പ്രയാഗിലെത്തുമ്പോൾ ശിവം എന്ന ഏകത്വത്തിൽ അലിയുന്നു. സർവം ശിവമയം. സന്യാസത്തിന്റെ അത്യുന്നത കോടിയിൽ എത്തുന്നവർക്കേ നഗ്നത സന്യാസം സ്വീകരിക്കാൻ സാധിക്കുമെന്ന് ജൈനന്മാരുടെ ആചാര്യനായ തീർത്ഥങ്കര സ്വാമികൾ അരുളിയ ദേവപുരാണമായ അഗമാസ് വെളിപ്പെടുത്തുന്നു. വിന്ധ്യഗിരി സാക്ഷിയായി താങ്ങുകളില്ലാതെ തന്നെ ഭൂമിക്ക് ലംബമായി നിൽക്കുകയാണ് 57 അടി ഉയരമുള്ള ഗോമാതേശ്വര ശില്പം. ലോകത്തോട് ഉറക്കെ പറയുന്നുണ്ട്, പരിത്യാഗികളായി ലോകത്ത് ജീവിക്കുന്നവർക്ക് ഈ ഭൂമിയിലെ ദിക്ക് തന്നെ വസ്ത്രമാണെന്ന്. ഇതൊക്കെ തന്നെയാണ് ഭാരതീയ സംസ്കൃതി എന്ന ചിരപുരാതന സംസ്കാരം. ഇതായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.